നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നെസ്ല. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ കുറ്റിപ്പുറം വട്ടപ്പാറ പാലങ്ങൾ ഉൾപ്പെടെ 75 കിലോമീറ്റർ ദൂരം മലപ്പുറം ജില്ലയ്ക്ക് 2025 പുതുവത്സര സമ്മാനമായി തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാതയിലെ പ്രവർത്തികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കുറ്റിപ്പുറത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ 5600 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി മലപ്പുറം ജില്ലയിലെ പ്രധാന അപകട മേഖലകളായ വട്ടപ്പാറയുടെയും സിനിമാ താരം ജഗതി ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട പാനാമ്പ്ര വളവ് ഉൾപ്പെടെയുള്ള പ്രസക്തി ഇല്ലാതാകുമെന്ന് മന്ത്രി പറഞ്ഞു. തവനൂർ നിയോജക മണ്ഡലം MLA ഡോക്ടർ KT ജലീൽ, ദേശീയപാത ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി അധികൃതർ, CPM നേതാക്കളായ E ജയൻ, VK രാജീവ്, CK ജയകുമാർ, സൈനുദ്ദീൻ കക്കാട്ടിൽ, സക്കീർ മൂടാൽ, T ഷംസുദ്ദീൻ എന്നിവർ മന്ത്രിയെ അനുഗമിച്ചു. കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന പദ്ധതിയാണ്. 2015 ഈ പദ്ധതി മുടങ്ങിയിരുന്നു. 2016 പുതിയ ഗവൺമെൻറ് വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയെടുത്തു, ചർച്ച നടത്തി. ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമാണ് എന്ന സ്ഥിതിയെത്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. 5600 കോടി രൂപയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത്. ആ 5600 കോടി രൂപ ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ സമയത്തും ഇതിൻ്റെ വിവിധ സ്ട്രെച്ചുകളുടെ യോഗങ്ങൾ സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നടത്തി. 100 കണക്കിന് യോഗമാണ് ഈ 2.5 വർഷത്തിനിടയിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടന്നത്. NHAയുടെ റീജിയണൽ ഹെഡ് മീണാജി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഞങ്ങളും ബായിമാരെ പോലെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രവൃത്തി വിലയിരുത്തുന്നതും പരിശോധിക്കുന്നതും. മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ NH66 യാഥാർത്ഥ്യമായാൽ ഒരുപാട് ആശ്വാസം ജനങ്ങൾക്കുണ്ടാകുന്ന നില വരും. ഒട്ടേറെ അപകട വളവുകൾ നികത്തപ്പെടും. ആ വളവ് നികത്തപ്പെടില്ല. ഇതിൻ്റെ ഭാഗമായി നിവർന്ന റോഡുകൾ വരും. വട്ടപ്പാറ വളവ്, നമ്മുടെ ജഗതി ശ്രീകുമാർ, നമ്മുടെ പ്രിയങ്കരനെ ജഗതി ശ്രീകുമാറിന് അപകടം പറ്റിയ പ്രദേശം, ഈ കുറ്റിപ്പുറം പ്രദേശത്തൊക്കെ തന്നെ വലിയ ആശ്വാസം വരും. ഇത് യാഥാർത്ഥ്യമാക്കാൻ വലിയ നിലയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. വിവിധ യോഗങ്ങൾ ഞങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നേരിട്ട് ഫീൽഡിൽ വന്നുള്ള പരിശോധന ഇടയ്ക്കിടെ നടത്തുന്നു. ഇന്നിപ്പോൾ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്ന നിലയിൽ വന്ന് ഞങ്ങളൊരു ടീമായി കാര്യങ്ങൾ പരിശോധിച്ച് പോവുകയാണ്. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ ഭാഗമായി ഒരു അവലോകന യോഗം നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ 203.68 ഹെക്ടർ ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കേണ്ടത്. അത് പരിപൂർണമായി ഏറ്റെടുത്തു. ഇനി 99.87% കഴിഞ്ഞ ഒരു ചെറിയതാണ്, അത് പെട്ടെന്ന് പരിഹരിക്കാം. മലപ്പുറം ജില്ലയിൽ മാത്രം ഭൂമി ഏറ്റെടുക്കുന്നതിന് 878 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത്. ഇത്രയും വലിയൊരു തുക മറ്റൊരു പദ്ധതിക്ക് ചെലവഴിക്കുന്നതെന്ന് മാറ്റിയിട്ടാണ് ഇതിലേക്ക് ചെലവഴിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിർത്തി ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് സർക്കാർ. ആ നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്നു. എല്ലാവരും സഹകരിക്കുന്നു. ഈ കുറ്റിപ്പുറം പാലം ഇത് അധികം വൈകാതെ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. പഴയ പാലം നമുക്കൊരു ഹെറിറ്റേജ് പദ്ധതി പോലെ ആവശ്യമുണ്ട് എന്നുള്ളത് NHAയോട് പറഞ്ഞിട്ടുണ്ട്. കുറ്റിപ്പുറം പാലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അതും അവർ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവും. അല്ല, അവിടെ ഇപ്പോൾ മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. വട്ടപ്പാറ വളവ് നികത്തുന്ന പ്രവൃത്തി വേഗത്തിൽ നടക്കുകയാണ്. അതിന് ഒരുപാട് ജോലിക്കാർ ഈ വെയിലത്ത് നിന്ന് ചെയ്യുന്നു, ഉദ്യോഗസ്ഥർ ചെയ്യുന്നു. കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ വന്ന് പരിശോധിച്ചു. ഒരു ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി അത് പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും 2025 പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയിലെ ഈ 2 സ്ട്രെച്ചുകൾ, ആദ്യത്തേത് 40 കിലോമീറ്ററും രണ്ടാമത്തേത് 33 കിലോമീറ്റർ അടക്കം 73 കിലോമീറ്റർ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകും. 2025 പുതുവത്സര സമ്മാനം അല്ലെങ്കിൽ 2025 വർഷം ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഇത് വലിയ ആശ്വാസവും. അത് പരിശോധിക്കാം.
അല്ല അത് അത് NHAയോട് ഞങ്ങളിപ്പോൾ തന്നെ NHAയോട് ഞങ്ങളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഭാവിയിൽ അത് പരിശോധിക്കാം.